പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. 18-ാം സങ്കീർത്തനം 17-ാം വാക്യം. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പോരാട്ടങ്ങളുണ്ട്. ദൈവമക്കളെന്നുള്ള നിലയിൽ നാം ജീവിതത്തിൽ മുന്നേറുമ്പോൾ നമ്മെ പുറകോട്ട് വലിക്കുവാൻ, തകർത്ത് കളയുവാൻ ശത്രു പല രീതിയിലും തന്ത്രങ്ങൾ മെനയും. നമ്മെ പലരും പകച്ചെന്ന് വരും. വേദപുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ, പ്രാർത്ഥനകൾക്ക് പോകുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വേർപെട്ട് ഒന്ന് മാറി നിൽക്കുമ്പോൾ അനേകർ നമ്മെ പകയ്ക്കുന്നവരായിട്ട് മാറും. നമ്മുടെ കൂട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കൾ, മിത്രങ്ങളൊക്കെ നമ്മളെ പകയ്ക്കും. നമ്മളറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മെക്കുറിച്ച് പടച്ചുണ്ടാക്കും. നാം വേദനയോടെ ആയിരിക്കുമ്പോൾ ദൈവസന്നിധി നിലവിളിച്ചാൽ മാത്രം മതി. ഈ 18-ാം സങ്കീർത്തനം തന്നെ ദാവീദിൻ്റെ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. 16-ാം വാക്യത്തിൽ പറയുന്ന, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചെന്ന് എൻ്റെ കണ്ണുനീര്, എൻ്റെ വേദന, സങ്കടം കണ്ടുകൊണ്ട്. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, അതായത് അവർ എന്നിലും ബലമേറിയവരായിരുന്നു. അതായത് നമുക്ക് എതിർത്ത് ജയിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ശത്രുക്കൾ നമ്മെ എതിർത്ത് നിൽക്കുമ്പോൾ നാം പകച്ചു പോകാറുണ്ട്. എന്നാൽ നമ്മെ വെറുക്കുന്നവരുടെ പക്കൽ നിന്നും, ബലമേറിയ ശത്രുക്കളുടെ കയ്യിൽ നിന്നും നമ്മെ എല്ലാ തരത്തിലും ആരോഗ്യപരമായിട്ട്, സാമ്പത്തികമായിട്ട്, സാമൂഹികപരമായിട്ട്, ദൈവകൃപയിലൊക്കെയും നമ്മെ മാറ്റി നിർത്തി നമ്മെ രക്ഷിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് രാവിലെ അങ്ങയുടെ മക്കൾ വേദനയുടെ ഭാരത്തോടെ ഏതെങ്കിലും വിഷയത്തിലായിരിക്കുന്നുവെങ്കിൽ, ശത്രുവിൻ്റെ വെല്ലുവിളി നിമിത്തമോ പകയ്ക്കുന്നവരുടെ ദുർഭാഷണ നിമിത്തമോ വേദനിക്കുന്നെങ്കിൽ അവരെ രക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും കൂടി വരാം.